വെറും 49 ലക്ഷം രൂപയ്ക്ക് 7 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വീട്, അതും ഇന്റീരിയർ ഒക്കെ ചെയ്ത് മനോഹരമാക്കിയ വീട്. അപ്പൊ നമ്മുടെ ഈ മനോഹരമായ വീട് ഡിസൈൻ ചെയ്തത് ആർക്കിസിൻ ആർക്കിടെക്ചേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ് കേട്ടോ. ഈ വീടിന്റെ ഡിസൈനിൽ തന്നെ കണ്ടില്ലേ, വീടിന്റെ എലിവേഷനിൽ തന്നെ കാർ പോർച്ച് എല്ലാം ഇവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ. സിറ്റ് ഔട്ടും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തത്. അതുപോലെ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പുകളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളോട്ട് കിടക്കുമ്പോൾ വെർട്ടിഫൈഡ് ടൈൽസ്, അതും ഗ്രേ കളർ വെർട്ടിഫൈഡ് ടൈൽസ് ആണ് വീടിന് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത പറയുകയാണെങ്കിൽ വീടിന്റെ വുഡ് മുഴുവൻ നല്ല കിടിലൻ തേക്കാണ് കേട്ടോ. അപ്പൊ തേക്കിൽ തന്നെ ചെറിയ കൊത്തുപണികളൊക്കെ വരുന്ന രീതിയിലാണ് ഈ ഡോർസിന്റെ വാതിൽ കട്ടലിന്റെ ഡിസൈൻ എല്ലാം ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ബാലുശ്ശേരിയിലാണ് കേട്ടോ. NRI ആയ സുധൻ ഭവിഷ ദമ്പതികളുടെ ആണ് ഈ വീട് കേട്ടോ. അപ്പൊ അവരുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തത് നമ്മുടെ ആക്യുസ് ഇൻ ആർക്കിടെക്ചേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ്. അപ്പൊ അവരുടെ എഞ്ചിനീയർ ആയ ജിഷിൻ നമ്മളെ കൂടെ ഈ വീഡിയോയിലുണ്ട്. അപ്പൊ ജിഷിനോട് നമുക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർ ചെയ്തതെന്നും എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ വീട് ചെയ്യാൻ കഴിഞ്ഞതെന്നും അതിനെക്കുറിച്ചെല്ലാം ചോദിച്ചറിയാം. ഈ ഒരു വീട് നിങ്ങളെ കൺസ്ട്രക്ഷൻ ഏൽപ്പിക്കുമ്പോൾ എന്തൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്തത്? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഉണ്ടായിരുന്നത് പ്ലോട്ടിന്റെ ഒരു പ്രശ്നമായിരുന്നു. ഓക്കെ, വളരെ ചുരുങ്ങിയൊരു സ്പേസ് ആയിരുന്നു. ആ സ്പേസിൽ അവരെ റിക്വയർമെന്റ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്ലാൻ, ഒരു ടാസ്ക് ആയിരുന്നു. ഓക്കെ, അത് നമ്മൾ മനോഹരമായിട്ട് പൂർത്തീകരിച്ചു എന്നാണ് തോന്നുന്നത്. 100%. അത് കണ്ടാൽ തന്നെ അറിയാം. അത് മാത്രമല്ല പ്ലോട്ടിന്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പിന്റെ ചെറിയൊരു ഷേപ്പിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. കറക്റ്റ് സ്ക്വയർ ഒന്നല്ല. അതെ, പ്ലോട്ട് കുറച്ച് പരിധി ഉണ്ടായിരുന്നു. എത്ര സെന്റ് സ്ഥലമായിരുന്നു? 7 സെന്റ് സ്ഥലം. 7 സെന്റ് സ്ഥലം അല്ല, 7 സെന്റ് സ്ഥലം കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഷേപ്പ് ഔട്ട് ആയിരുന്നു അല്ലേ? ഓക്കെ, അതിലാണ് ഈ 2600 സ്ക്വയർ ഫീറ്റ് ഇത്രയും സ്പേഷ്യസ് ചെയ്തത്. ഇതിലൊരു സ്പേസ് പോലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത സ്പേസ് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ വീടിന്റെ കിച്ചണും അതുപോലെ ബെഡ്റൂംസ് ഒക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയി കാര്യം പറയുന്നത് കേട്ടോ. കിച്ചണും വർക്ക് ഏരിയ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോവാം. അപ്പൊ വീടിന്റെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? ഇത് നമ്മൾ പ്ലൈവുഡ് വിത്ത് വിനീർ, ഈ ഒരു പോർഷൻ നമ്മൾ ലാമിനേറ്റിൽ ചെയ്തിരിക്കുന്നത്. ലാമിനേറ്റഡ് ആണ് ഈ ഒരു കളർ. ഓക്കെ, ബാക്കിയെല്ലാം വിനീർ ആയിരുന്നു. പ്ലൈവുഡ് വിത്ത് വിനീർ. ശരി, അതിനുശേഷം ഈ ഒരു സെപ്പറേഷൻ എങ്ങനെയാണ്? ഇത് ലിവിംഗ് ഡൈനിങ് പാർട്ടീഷൻ. ഇത് എന്താ സംഭവം മെറ്റീരിയൽ? ഇത് പ്ലൈവുഡ് വിത്ത് വിനീർ ആണ്. പ്ലൈവുഡ് തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലേ, മുകളിലുള്ള ലൈറ്റ്, എന്താ ഇതിനെ പറയാ? ഇത് പ്രൊഫൈൽ ലൈറ്റിംഗ്. പ്രൊഫൈൽ LED സ്ട്രിപ്സ് ആണല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. സാധാരണ ഇപ്പം നന്നായി കാണാൻ തുടങ്ങി. ഈ ഒരു കോവിലൈറ്റ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. എല്ലാവരും ഇതിലേക്ക് മാറി. അതുപോലെ ഈ ഒരു ഈ L ടൈപ്പ് കോർണർ സോഫ, ഇതും നിങ്ങൾ ചെയ്തതാണല്ലോ അല്ലേ? ഇത് ഈ L ടൈപ്പ് ഇവിടെ നിങ്ങൾ സൈസ് ഒക്കെ നോക്കി നമ്മൾ സൈസ് മെഷർ ചെയ്തതിനു ശേഷം നമ്മൾ അതിനനുസരിച്ച് മേക്ക് ചെയ്തു. അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും ക്ലയന്റിനും കൂടി ഇഷ്ടത്തിനുള്ള കളർ ചൂസ് ചെയ്തത് അല്ലേ? ശരി, ഓക്കെ. ഇനി എനിക്ക് ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗ് ഇതിലൊക്കെ സ്പേസർ ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഈ ഒരു കളർ ചൂസ് ചെയ്യാൻ കാരണം? ക്ലയന്റിന് ലൈറ്റ് കളറിനോട് കുറച്ച് താല്പര്യം കുറവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡാർക്കിലേക്ക്, അതാണ് ഗ്രേ കളർ വെച്ചിരിക്കുന്നത്. ഇത് എത്ര സൈസ് വരുന്നുണ്ട്? 4x2 ആണ്. 4x2 ടൈൽസ് ആണ്. അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ റൂഫിൽ പാനലിംഗ് കൊടുത്തിരിക്കുന്നത്, അതിൽ ചെറിയ സ്പോട്ട് ലൈറ്റ്. ഇനി നമുക്ക് മെയിൻ ഒരു ഏരിയ, ഡൈനിങ് ഏരിയ കേട്ടോ. ഡൈനിങ് ഏരിയന്റെ ഒക്കെ ഒരു ഭംഗി കണ്ടോ. ഇവിടെ നിന്നൊക്കെ സമാധാനമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുക കേട്ടോ. ഈ ഒരു സ്പേഷ്യസ് ആണ് എനിക്ക്. ഇത്രയും സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നല്ല സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു കിടിലൻ ഏരിയ ആണ്. അതുപോലെ വാഷ്റൂമിന്റെ ഏരിയ എല്ലാം ഇവര് നല്ല രീതിയിൽ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ വാഷ് ബേസിന്റെ ഇതൊക്കെ എന്താ പറ്റിയത് വരുന്നത്? ഇത് ക്ലൈഡിംഗ് സ്റ്റോൺസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മിറർ പാനലിംഗ്. ഇതൊരു ഓവൽ ടൈപ്പ് ടേബിൾ ടോപ്പ് ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ ഒരു മെറ്റീരിയൽ ബോർഡ്സ് ആണ്. ഇതിന്റെ ഫ്രെയിം വരുന്നത് വുഡിലാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ചെയർ വരുന്നത് അപ്പോക്സി റെക്സിൻ മിക്സ് ചെയ്തതാണ്. പിന്നെ റൂഫിൽ വരുന്നത് ഈ ഒരു ബോർഡ് എന്ത് ബോർഡാ? ടോപ്പിൽ അതും പ്ലൈവുഡ് വിത്ത് വിനീർ. അവിടെ പ്രൊഫൈൽ ലൈറ്റിംഗ്. ഓക്കെ, അപ്പൊ താഴെ 2 ബെഡ്റൂം ആണ് വീടിനുള്ളത്. നമുക്ക് മുകളിലെ 2 ബെഡ്റൂം കാണാം, കാരണം ഓൾറെഡി ഈ വീട് ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കിച്ചണിലല്ല കേട്ടോ, വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയന്റെ ഒരു വലുപ്പം കണ്ടില്ല. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോവാം കേട്ടോ. കിച്ചണിന്റെ ഒരു തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ലൈറ്റ് ബ്ലൂയിലുള്ള എന്താ ശരിക്കും ഈ കളറ്?
ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ്. ലാമിനേറ്റഡ് ആണ് ഫിനിഷ് ചെയ്യുന്നത്. ലാമിനേറ്റഡ് ആണ് ഫിനിഷ്. ഇതിനുള്ളിലെല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തു. എല്ലാത്തിലും ആക്സസറീസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലാണ് കട്ട്ലറി യൂണിറ്റ്സ്, പ്ലേറ്റ്. മുകളിലാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കൈ എത്താൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ ഏരിയ, പിന്നെ ഒരു 3 കള്ളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂഫ് കണ്ടില്ലേ ശേഖർ? അല്ലേ, നന്നായിട്ടില്ലേ? ഇതില് കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലൈവുഡ് ഒഴിവാക്കിയിട്ട് മൾട്ടിവുഡ് ആണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ലാമിനേറ്റ് ഫിനിഷ്. അത് ഈ നനവൊക്കെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ കിച്ചൺ ആയതുകൊണ്ട് മാറാൻ വേണ്ടി. ശരി, ഓക്കെ ജിഷിൻ, ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നേരെ ബെഡ്റൂംസിലേക്ക് പോകാം. നമുക്ക് മുകളിലേക്ക് പോണതിന് മുമ്പ് എനിക്ക് ഈ ഒരു ഗ്ലാസ് വിത്ത് വുഡ്, ഇത് എന്ത് വുഡാ വരുന്നത്? ഇത് തേക്കാണ്. തേക്ക് വുഡ് തന്നെയാണ് അല്ലേ? അത് ശരി. ഇത് എങ്ങനെയാ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? എന്താണ് ഗ്ലാസ്? ഏതാണ്? ടഫൺ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡൻ ഹാൻഡ് റെയിലും കൊടുത്തിരിക്കുന്നത് അല്ലേ? പിന്നെ ഞാൻ കയറി വരുമ്പോൾ തന്നെ കണ്ട് എല്ലാം നല്ല ഗ്രാനൈറ്റ്, സ്റ്റെപ്പൊക്കെ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ ഇവിടെ ഡബിൾ ലെയറിംഗ് ആണ് കൊടുത്തത് അല്ലേ? ഡബിൾ ലെയറിംഗിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോർമൽ കാണുന്ന പോലെ പെർഗോള. അത് എന്താണ്? ബഡ്ജറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ. അതെ, 2600 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ഇന്ത്യയിൽ ഉൾപ്പെടെ 49 ലക്ഷത്തിൽ ചെയ്ത് കൊടുത്താണല്ലോ. ഇതേ പറ്റുള്ളൂ, അത് 100% ഷുവറാണ്. പിന്നെ മുകളിലേക്ക് പോയപ്പോ ശരിക്കും ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. അതായത് അപ്പർ ലിവിംഗ് ഏരിയയിൽ അതിന് മാത്രം സ്പേഷ്യസ് വന്ന് കാണാൻ നമുക്ക്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് കിട്ടിയത്. അതെ. അപ്പൊ ഇതെന്താണ്? ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി ടേബിൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ബെഡ്റൂം കാണാം അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം അല്ലെ? അത്യാവശ്യം സൈസ് ഉണ്ടല്ലേ? എത്ര സൈസ് വരുന്നുണ്ട്? 12x14 വരുന്നുണ്ട് അല്ലെ? ഓക്കെ, ഹെഡ് ബോർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താ? മൊത്തം ചെയ്ത. അപ്പൊ ഇതില് ഇതോ നമ്മുടെ കോട്ടാണ് ഇത്. ഇതിനകത്തൊരു സ്ലൈഡിംഗ് ഡോർ സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഇത് ഉൾപ്പെടെ എൽബോർഡും ഇതെല്ലാം ചെയ്താണ് അല്ലെ? പിന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ്, അതേപോലെ വാർഡ്രോബ്സ് ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ബാത്റൂം ഒന്ന് കണ്ടാലോ? അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു ബാത്റൂം ആണല്ലോ അല്ലെ? ഒരു സിംഗിൾ യൂണിറ്റ് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ 2 ബെഡ്റൂമിൽ 1 ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ബെഡ്റൂമേ കാണാനുള്ളൂ. അപ്പൊ നമ്മുടെ മുകളിലത്തെ ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലാണ് ഞാനുള്ളത്. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെഡ് ബോർഡ് ഒക്കെ ഇതിന് ഈ വോളിനോട് അറ്റാച്ച് ചെയ്താ വോൾ ഫിക്സ് ചെയ്താണ്. ഇത് എന്ത് മെറ്റീരിയൽ ശരിക്കും? ഇത് പ്ലൈവുഡ് ലാമിനേറ്റ്. അതുപോലെ തന്നെ കോട്ടൊക്കെ നിങ്ങൾ ഇതേ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷ്. അങ്ങനെ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുത്ത് തന്നെയാണ് അല്ലെ? ഓക്കെ. അതുപോലെ ഞാൻ ഇവിടെ തേക്കാണല്ലോ, വുഡ് മൊത്തം എല്ലാം തേക്കാണ്. എല്ലാം നല്ല തേക്കിലിട്ടോ. ഡോസ് മാത്രമാണോ? മുകളിലത്തെ ഡോസ് മുകളിൽ മാത്രം, താഴെയൊക്കെ തേക്കന്നെ കൊടുത്തത്. അപ്പൊ മുകളിലെ ചെറിയ 1-2 ഡോസ് മാത്രമാണ് തേക്കല്ലാത്ത കണ്ടിട്ടോ. ബാക്കി എല്ലാം തേക്ക് വുഡിലാണ്. സൈഡ് ടേബിൾസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് തന്നെ, അതും നല്ല ക്ലീൻ ആയിട്ട് ഈ ഒരു നമ്മുടെ വുഡിനോട് മാച്ച് ആവുന്ന തരത്തിലാണ് ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ വാർഡ്രോബ് വേണ്ടല്ലേ? വാർഡ്രോബ് ഒരു തേക്ക് ഫിനിഷ് തന്നെ അല്ലെ? ശരിക്കും വളരെ ചെറിയൊരു സ്പേസിൽ നല്ലൊരു വാർഡ്രോബ് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അത്യാവശ്യം ഹൈറ്റില് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നീ പറഞ്ഞ മഹാഗണിയിലാണ്. മഹാഗണി ആണെങ്കിലും നല്ല കളറാണ് അല്ലെ? നമ്മുടെ ഒരു വീട്ടിൽ കളർ നാച്ചുറൽ പോളിഷ് ആണ്. ശരി, ഓക്കെ. ഇതാണ് ശാക്കര ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത ഈ വീടിന്റെ. ഇത് കണ്ടില്ലേ? ആഹാ, ഇങ്ങനെ അതെ, ഈവനിങ്ങില് ഒരു കട്ടനൊക്കെ അടിച്ച് ഇവിടുന്ന് ഇരിക്കാനുള്ള ഒരു ഹരം അങ്ങനെ ഉണ്ടാവും. സൂപ്പർ അല്ലേ? അപ്പൊ അതുപോലെ തന്നെ മുകളിലെ ലൈറ്റിങ്സ് കണ്ടോ അവര് ചെയ്തത്? ഇതൊക്കെ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് കോൺക്രീറ്റ് തന്നെ നമ്മൾ വയർ ചെയ്യുന്നതാണ് അല്ലേ? അതിന്റെ ഒരു ബീം ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല. അപ്പൊ ബീമിലാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട്. അപ്പൊ ഈ വീട് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ടെൻഷൻ ഉണ്ട് ഉള്ളിൽ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വാല്യൂ ഉള്ള സാധനങ്ങൾ ചെയ്തരോ? പക്ഷെ ഞാൻ ഈ വീട് കണ്ടപ്പോണ്ടല്ലോ ഞാൻ സാറ്റിസ്ഫൈഡ്. കാരണം വെച്ചാൽ 49 ലക്ഷത്തിന് നിങ്ങൾ 2600 സ്ക്വയർ ഫീറ്റ് മിനിമം ഇന്റീരിയർ ആണെങ്കിലും ഇത്രയും നല്ല രീതിയിൽ ചെയ്തല്ലോ. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനെ പറ്റിയും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ. ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഓൺ ടീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഓൺ ടീം ഉണ്ട്. നമ്മൾ ഒരിക്കലും ഒരു കോൺട്രാക്ടേഴ്സിന് സബ് കൊടുക്കുന്നില്ല. പല എഞ്ചിനീയേഴ്സിന് സബ് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ആ റേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാം ഓൺ ടീം ഉണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം ഓൺ ടീം വെച്ചിട്ടാണ് മെറ്റീരിയൽ. അതേപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് കുറച്ച്. അതുപോലെ ഒരു മെറ്റീരിയൽ പറിച്ച് പറഞ്ഞാൽ ഇത് എന്ത് കല്ലാണ് യൂസ് ചെയ്തത്? നമ്മുടെ കണ്ണൂർ വെട്ട
മെറ്റൽ തന്നെയാണ്. അതെ മെറ്റൽ തന്നെ യൂസ് ചെയ്തത്. അതുപോലെ പുട്ടി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോമൺ ഏരിയസ് എല്ലാം പുട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതന്നെയാണ് വീട് വരുമ്പോൾ ഡൈനിങ് ലിവിംഗ് സിറ്റ് ഔട്ട് ബാൽക്കണി ഇതെല്ലാം പുട്ടി ഫിനിഷ്. നേരിട്ട് ഡയറക്റ്റ് നമ്മൾ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഏരിയയും. നിങ്ങൾ ഇപ്പൊ കോഴിക്കോട് മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ? അല്ലല്ല, നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നത്. ഏതെങ്കിലും പുതിയ പ്രൊജക്ടുകൾ എവിടെയൊക്കെ? നമ്മൾ കണ്ണൂർ ഒരു പുതിയ പ്രൊജക്ട് ഇപ്പം ഞാൻ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കാസർഗോഡ് നമ്മളിപ്പോ റണ്ണിങ് ഒരു പ്രൊജക്ട്. എത്ര പ്രൊജക്ടുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ? ഓൾമോസ്റ്റ് ഒരു 25 വീടുകൾ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ സുന്ദരമായ ഭവനത്തിന്റെ ഓണേഴ്സ് ആണ് ഇവർ കേട്ടോ. അപ്പം ആള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്താണല്ലോ അല്ലേ സാറേ? പുറത്ത് എവിടെയാ? ഞാൻ ദോഹയിലാണ്, ഖത്തറിലാണ്. അപ്പൊ പുറത്തായിരുന്നു ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവരെ ഏൽപ്പിക്കുമ്പോ, നമ്മുടെ ആർക്കിസിൻ എന്ന് പറഞ്ഞ നമ്മുടെ ടീമിനെ ഏൽപ്പിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് സാറിന് കിട്ടിയത് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ? പിന്നെ വീട് നമ്മൾ സ്വപ്നമാണല്ലോ. അതെ 100%. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറെ എഞ്ചിനീയറിംഗ് വർക്കേഴ്സിനെ ഇങ്ങനെ നോക്കി. പിന്നെ അവസാനമാണ് എനിക്ക് ആർക്കിസായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പോൾ ജിഷിനായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്ഥലപരിമിതിയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ കുറഞ്ഞ ചെലവിൽ അതിനുള്ളിൽ എല്ലാ സൗകര്യത്തോടും കൂടി ഒരു വീടാണ് വേണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ജിഷിനായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ പ്ലാൻ വരച്ചു തന്നു, 3D തന്നു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ വൈഫായിട്ട് കൂടി അപ്പൊ നല്ലൊരു ഇതിലങ്ങോട്ട് തുടങ്ങി. പക്ഷെ 7 സെന്റ് സ്ഥലമുണ്ട്. സ്ഥലം കുറച്ച് ഷേപ്പ് ഔട്ട് ആയിരുന്നു അല്ലെ? ഷേപ്പ് ഔട്ട് ആണ്. പിന്നെ അത് എങ്ങനെ എടുക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആ ഐഡിയ മൊത്തം അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. വളരെ നല്ല രീതിയിൽ ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പൊ നമ്മുടെ ഭവിഷ്യ മേഡത്തിനും കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. മേഡം, ഞാൻ ഇപ്പൊ കിച്ചണിലേക്ക് കയറിയപ്പോഴേ നല്ല വലുപ്പമുള്ള കിച്ചണും അതിനെക്കാട്ടും വലുപ്പമുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അത് അധികം വീടുകളിൽ കണ്ടിട്ടില്ല. അത് മേഡത്തിന്റെ സജഷൻ ആണെന്നാണ് സാറ് പറഞ്ഞത്. അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കിച്ചൺ എന്നുള്ളത്. ബാക്കിയെല്ലാം സൗകര്യത്തിൽ ചെയ്തു തന്നോക്കാം ഇവർ തന്നെയാണ് അല്ലേ? ഓക്കെ. അതില് നമ്മുടെ നോർമൽ അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ആണോ ഇവരെ വർക്കിൽ? ഹാപ്പിയാണ്. അപ്പൊ നമ്മുടെ ഈ ആർക്കിസിൻ ടീമിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു സ്വപ്ന ഭവനം സ്വന്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇവര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ഷാക്കിർ, സൈനിങ് ഓഫ്.